ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖമാണല്ലോ അല്ലേ? മിസ്സിന് സുഖമാണോ കേട്ടോ? അപ്പം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കൈ പിടിച്ച് വിശുദ്ധ കുരിശിൻ്റെയും അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ആരാധനാ ക്രമവത്സരം. 11ാമത്തെ പാഠമാണ് ആരാധനാ ക്രമവത്സരം. എല്ലാവരും ഒന്ന് ഓർക്കി പറഞ്ഞേ, നമ്മുടെ പാഠത്തിൻ്റെ പേരൊന്ന് ഓർക്കി പറഞ്ഞേ. ആരാധനാ ക്രമവത്സരം. ഈ പാഠത്തെക്കുറിച്ച് നമുക്ക് പറയുന്നതിന് മുൻപേ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് എല്ലാവരും ഒന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കഴിഞ്ഞ പാഠത്തിന്റെ പേരെന്തായിരുന്നു? 10ാമത്തെ പാഠത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. അപ്പു ഒന്ന് പറഞ്ഞേ. കൂദാശ അനുകരണങ്ങൾ. വെരി ഗുഡ്. കൂദാശ അനുകരണങ്ങൾ എന്നതാണ് 10ാമത്തെ പാഠത്തിന്റെ പേര്. ആ പാഠത്തില് നമ്മൾ എന്താണ് കൂദാശ അനുകരണങ്ങൾ എന്ന് പഠിച്ചല്ലേ? പലവിധ കൂദാശ അനുകരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സൈത്താശീർവാദം, അതേപോലെ തന്നെ വെഞ്ചരിപ്പ്, ഭക്ത്യാഭ്യാസങ്ങള്, വ്രതവാഗ്ദാനം, ഇങ്ങനെ പല കൂദാശ അനുകരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 11ാമത്തെ പാഠത്തില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 11ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ആരാധന ക്രമവത്സരത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു കഥയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മുടെ ഈ പാഠത്തിലെ തുടക്കത്തിലുള്ളൊരു കഥ മിസ് നിങ്ങൾക്ക് വേണ്ടി അത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരാണ് മിനിയും ടോണിയും, പിന്നെ അവരുടെ അമ്മൂമ്മയും. മിനിയും ടോണിയും ഒരു വിഭൂതി ബുധനാഴ്ച ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല മിടുക്ക് കുട്ടികളായിട്ട് അവരുടെ അമ്മൂമ്മയുടെ കൂടെ, വിഭൂതി ബുധനാഴ്ച രാവിലെയാണ് കേട്ടോ. വിഭൂതി ബുധനാഴ്ചക്ക് മറ്റൊരു പേരുണ്ടല്ലോ, എന്താണ് നമ്മൾ സാധാരണ പറയാറുള്ളത്? കുരിശുവര പെരുന്നാളിന്റെ ദിവസം അല്ലേ? ഓക്കെ. അപ്പം ഇവരെന്താണ് ഈ വിഭൂതി ബുധനാഴ്ച ദിവസം രാവിലെ അമ്മൂമ്മയുടെ കൂടെ പള്ളിയിലേക്ക് പോയി. പള്ളിയിലേക്ക് പോയി കുർബാന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുർബാനയുടെ മധ്യത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ എല്ലാവരുടെയും നെറ്റിയിൽ ചാരം പൂശി അല്ലേ, കുരിശ് വരച്ചു. ചാരം പൂശി കുരിശ് വരച്ചു. നിങ്ങൾക്കും അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓർത്തിട്ടുണ്ടാവുമല്ലോ, എന്തിനാണ് അച്ഛൻ ഇങ്ങനെ കുരിശ് വരയ്ക്കണത്? സാധാരണ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ടല്ലോ, പക്ഷെ അച്ഛൻ ഇങ്ങനെ കുരിശ് വരച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പം എന്താ അച്ഛൻ ഇങ്ങനെ ഞങ്ങളുടെ നെറ്റിയിൽ ഇങ്ങനെ ചാരം കൊണ്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കണത്? എൻ്റെ കുരിശ് വരച്ചത് ഭംഗിയായിട്ടാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അമ്മയോടോ അപ്പനോടോ അല്ലെ അമ്മൂമ്മയോടോ ആരോടാന്ന് വെച്ചാൽ ചോദിക്കാറുണ്ടല്ലേ? അതേപോലെ തന്നെ മിനിയും ടോണിയും അമ്മൂമ്മയുടെ കൂടെയാണല്ലേ പള്ളിയിൽ പോയത്. അപ്പോൾ അവരും എന്താണ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടോണി അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ എന്തിനാണ് അച്ഛൻ നമ്മുടെ നെറ്റിൽ ഇങ്ങനെ കുരിശ് വരച്ചത്? അമ്മൂമ്മ പറഞ്ഞു, മോനെ ഇന്ന് വിഭൂതി ബുധനാഴ്ചയാണ്. വിഭൂതി ബുധനാഴ്ചയാണ്, ഇന്ന് വലിയ നോമ്പ് തുടങ്ങുവാണെന്ന് പറഞ്ഞു. അപ്പൊ ടോണി ചോദിച്ചു, വലിയ നോമ്പാണോ? അതെന്തോ? അപ്പൊ പറഞ്ഞു, നമ്മുടെ ഉയർപ്പ് തിരുനാളിന്റെ ഓർമ്മ പുതുക്കാനായിട്ടല്ലേ വലിയ നോമ്പ്. നമ്മൾ എല്ലാ വർഷവും വലിയ നോമ്പ് ആചരിക്കാറുണ്ട്. അപ്പൊ വിഭൂതി ബുധനാഴ്ചയാണ്, ഇന്നാണ് വലിയ നോമ്പ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഈ നോമ്പ് കാലത്ത് നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങി ഉപവസിച്ച് നമ്മുടെ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പിന്നീടുള്ള ഉയർപ്പും ഒക്കെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ദിവസങ്ങളാണ് വരുന്നതെന്ന് വല്യമ്മ പറഞ്ഞു. അപ്പം പിന്നെ ചോദിച്ചു, നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ വന്നായിരുന്നല്ലോ, കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ അച്ഛൻ നെറ്റിയിലൊക്കെ ചാരം പൂശി തന്നായിരുന്നല്ലോ. അപ്പം അമ്മമ്മ പറഞ്ഞു, എല്ലാ വർഷവും നമ്മൾ നോമ്പ് ആചരിക്കാറുണ്ട്. എല്ലാ വർഷവും നോമ്പ് നമ്മൾ ആചരിക്കാറുണ്ട്. ഇനി നോമ്പ് കാലം തന്നെ 2 ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അല്ലെ? 2 ആയിട്ട് ആചരിക്കാറുണ്ട്. ഒന്ന് എന്താണ്? ചെറിയ നോമ്പ് കാലം, രണ്ടാമത്തേത് വലിയ നോമ്പ് കാലം. അപ്പൊ ചെറിയ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ആഗമനകാലം, അഥവാ നമ്മളിപ്പോ അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആഘോഷിച്ചു കഴിഞ്ഞ ക്രിസ്തുമസ് കാലം. യേശുവിന്റെ പിറവി തിരുനാളാണ് നമ്മൾ ആഗമനകാലത്തിൽ അഥവാ ചെറിയ നോമ്പ് കാലഘട്ടത്തിൽ ആചരിക്കുന്നത്. 25 ദിവസമാണ് ചെറിയ നോമ്പ് കാലം. എത്ര ദിവസമാണ്? 25 ദിവസമാണ് നമ്മൾ ചെറിയ നോമ്പ് കാലഘട്ടമായിട്ട്
തിരുസഭ ആചരിക്കുന്നത്. ഇനി വലിയ നോമ്പെന്ന് പറയുമ്പോൾ എന്താണ്? യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പും ഒക്കെ നമ്മൾ ഓർത്ത് അത് അനുസ്മരിച്ച് ആ കാലഘട്ടത്തെ നമ്മൾ ഓർത്തെടുക്കുന്നതാണ് വലിയ നോമ്പ് കാലഘട്ടത്തിൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ, ചെറിയ നോമ്പുണ്ട് വലിയ നോമ്പുണ്ട്. അപ്പം നോമ്പെടുക്കുമ്പോൾ സാധാരണ എന്താണ് നമ്മൾ ചെയ്യാറ്? സാധാരണയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? മുട്ടയും പാലും മീനും ഇറച്ചിയൊക്കെ ഉപേക്ഷിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലേ അത്. അപ്പം അതൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച്, പിന്നെ ചില ദിവസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവസിച്ച്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ച്, അങ്ങനെയൊക്കെയാണ് അവർ നോമ്പ് ആചരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നോമ്പെടുത്തിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ നോമ്പെടുക്കാൻ വഴിയില്ല അല്ലേ, കാര്യം നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. ചെറിയ കുട്ടികളെ കൊണ്ട് പൊതുവെ നമ്മളങ്ങനെ നോമ്പാചരണത്തിൽ അല്ലേ അത്തരം രീതിയിൽ നമ്മൾ പങ്കെടുപ്പിക്കാറില്ല. എന്നാലും നിങ്ങളിനി വലുതായി വരുമ്പോൾ നമുക്ക് ഈ നോമ്പൊക്കെ ആചരിക്കാം കേട്ടോ. അപ്പം നമുക്ക് കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ മിനി ചോദിച്ചില്ലേ എല്ലാ വർഷവും നമ്മളിത് ആചരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മമ്മ എന്ത് പറഞ്ഞു? എല്ലാ വർഷവും നമ്മൾ നോമ്പ് ആചരിക്കാറുണ്ട്. എല്ലാ വർഷവും ചെറിയ നോമ്പും വലിയ നോമ്പും അല്ലെ 2 നോമ്പ് കാലഘട്ടങ്ങളായിട്ട് ആഘോഷിക്കാറുണ്ടെന്ന് മിനിക്കും ടോണിക്കുമായിട്ട് നമ്മുടെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരിതൊക്കെ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് എന്താണ്, അവർ വീട്ടിൽ തിരിച്ചു വന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി. അവർ കൂട്ടുകാരോടും അല്ലെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെന്താണ്, അവരെല്ലാവരും ഒരുമിച്ച് ആ നോമ്പൊക്കെ എടുത്ത് സന്തോഷത്തോടുകൂടി ഈസ്റ്റർ കാലത്തെ വരവേറ്റു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? പ്രധാനമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായത് നോമ്പ് കാലത്തെ കുറിച്ചിട്ടാണല്ലേ. ചെറിയ നോമ്പ് കാലത്തെയും വലിയ നോമ്പ് കാലത്തെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് മിസ് കരുതുന്നു. ശരി, മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം, എന്താണ് ആരാധന? ആർക്ക് പറയാം എന്താണ് ആരാധന? ഒന്ന് പറഞ്ഞേ, എമിലിനൊന്ന് പറഞ്ഞേ. എമിലിന് അറിയാമോ എന്താണ് ആരാധന എന്നാൽ? ഇല്ല അല്ലേ? അങ്ങനെ ആരാധന എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമ്മളങ്ങനെ ഇതുവരെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അല്ലേ. അപ്പൊ ആരാധന എന്നാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസഭ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതുവായ പ്രാർത്ഥനയാണ് ആരാധന. അപ്പൊ നമ്മള് എന്താണ്, നമ്മുടെ ദൈവനാമത്തിൽ അല്ലെ, ദൈവത്തിന്റെ നാമത്തെ പ്രതി നമ്മൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എന്താണ്? ആരാധനയാണ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പള്ളിയിൽ പോകുന്നതും കുർബാന കൂടുന്നതും അതേപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലുന്നതും എല്ലാ പ്രാർത്ഥനകളും പള്ളിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും നൊവേനകളും എന്തോ ആയിക്കോട്ടെ എല്ലാം എന്താണ്? ആരാധനയുടെ ഭാഗമാണ് അല്ലേ. ഇനി തിരുസഭയിലെ ഔദ്യോഗിക പൊതു പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ലിറ്റർജി അഥവാ ആരാധനാ ക്രമം. എന്താണ്? തിരുസഭയിലെ ഔദ്യോഗിക പൊതു പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ലിറ്റർജി അഥവാ ആരാധനാ ക്രമം. അമ്മ ഒന്ന് പറഞ്ഞേ, യേശു ആർക്ക് വേണ്ടിയാണ് ജനിച്ചത്? ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം അല്ലേ. വെരി ഗുഡ്, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു അമ്മ. യേശു ജനിച്ചത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. യേശു ജനിച്ചത് നാം ഓരോരുത്തർക്കും വേണ്ടിയാണ്. യേശു നമുക്ക് വേണ്ടി ജനിച്ചു. ആർക്ക് വേണ്ടിയാണ് ഇനി മരിച്ചത്? ആരുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് യേശു മരിച്ചത്? പറഞ്ഞേ, അത് നമുക്ക് വേണ്ടി തന്നെയാണ് അല്ലേ. അതെ, കുരിശിൽ കിടന്നാണ് യേശു മരിച്ചത്. പിന്നെയോ നമുക്ക് എല്ലാവർക്കും നിത്യജീവൻ അല്ലേ പ്രതീക്ഷ നൽകിക്കൊണ്ട് യേശു 3-ാം ദിവസം ഉയർക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും യേശുവിനോടുള്ള നന്ദി സൂചകമായി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് അത് ആചരിക്കുമ്പോഴാണ് ഒരു ആരാധന ക്രമവർഷം പൂർത്തിയായെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ എന്താണ് ആരാധനാ ക്രമവർഷം അഥവാ ആരാധനാ ക്രമവത്സരം? യേശു നമുക്ക് വേണ്ടി ജനിച്ചു, നമ്മുടെ രക്ഷയ്ക്കായി പീഡകൾ സഹിച്ചു, മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇക്കാര്യങ്ങളെല്ലാം ക്രമമായി നാം എല്ലാ വർഷവും ഭക്തിപൂർവം ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. അതിനെ ആരാധനാ ക്രമവർഷം എന്ന് വിളിക്കാം. ഇനി നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഒരു ആരാധനാ ക്രമവർഷം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജനനം തൊട്ട് മരണം ഉയർപ്പ് വരെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആരാധനാ ക്രമവർഷത്തിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? 3ആയി തരംതിരിക്കാം. 1 ആഗമന കാലം, 2 ആണ്ടുവട്ടം, 3 പെസഹാക്കാലം. ആദ്യം നമുക്ക് ആഗമന കാലത്തെ കുറിച്ചൊന്ന്
ചിന്തിക്കാം. ആഗമന കാലത്തെക്കുറിച്ച് മിസ് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? ആഗമനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് അല്ലെ? വരിക എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ആഗമന കാലത്തിൽ നമ്മൾ എന്താണ് ആചരിക്കുന്നത്? യേശുവിന്റെ ജനനമാണ് അല്ലെ? യേശുവിന്റെ ജനനത്തെ ഓർത്തെടുക്കുന്നു, അതിനെ അനുസ്മരിക്കുകയാണ് ആഗമന കാലത്തിൽ അഥവാ ചെറിയ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ആഗമന കാലം എത്ര ദിവസം ഉണ്ട് മിസ് പറഞ്ഞായിരുന്നു അല്ലെ? ചെറിയ നോമ്പ് ആചരിക്കുന്നത് എത്ര ദിവസമാണെന്നാ പറഞ്ഞത്? 25 ദിവസം അല്ലേ? 25 ദിവസമാണ്. ആഗമന കാലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെ, രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. യേശു ജനിക്കാൻ നമ്മളെല്ലാവരും വീട്ടിൽ പുൽക്കൂടൊക്കെ ഒരുക്കും, ട്രീ ഒക്കെ ഒരുക്കും, എന്നിട്ട് കാത്തിരിക്കും അല്ലെ. ക്രിസ്മസ് ഏത് ദിവസമാണോ ആ ദിവസം നമ്മൾ പള്ളിയിൽ പോയി പാതിരാ കുർബാനയ്ക്ക് പോകുന്നൊരു പാതിരാ കുർബാനയ്ക്ക് കൂടി അതെല്ലാം കഴിയുമ്പോൾ അല്ലെ പള്ളിയിൽ അച്ഛൻ ഉണ്ണീശനെ കൊണ്ട് പള്ളിയിലെ പുൽക്കൂട്ടിൽ വെക്കണ സമയത്ത് പള്ളിയിൽ വെടിവിട്ടു അല്ലെ. വെടിവിട്ടുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ എന്താണ് കുർബാനയ്ക്ക് പാതിരാ കുർബാനയ്ക്ക് പോകാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഉടനെ തന്നെ വന്ന് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപം എടുത്ത് നമ്മുടെ വീട്ടിലെ പുൽക്കൂട്ടിൽ കൊണ്ട് വെക്കും. അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പൊ എന്താണ്? യേശു പിറന്നു. നമ്മുടെ പുൽക്കൂട്ടിലും നമ്മുടെ മനസ്സിലൊക്കെ യേശു പിറന്നു. ക്രിസ്തുമസ് ആയ അല്ലേ? ഓക്കെ. അപ്പൊ രക്ഷകന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് അല്ലെ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. രക്ഷകന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് മുതൽ പ്രത്യക്ഷീകരണം തിരുനാൾ വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് പിറവി തിരുനാൾ എന്ന് വിളിക്കാം. പ്രത്യക്ഷീകരണ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 3 രാജാക്കന്മാരില്ലേ? 3 രാജാക്കന്മാര് യേശുവിനെ കണ്ടു വണങ്ങി കാഴ്ച അർപ്പിക്കാനായിട്ട് വരത്തില്ലേ? അതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് കേട്ടോ പ്രത്യക്ഷീകരണ തിരുനാൾ ദിനത്തില്. അപ്പൊ ആ ഒരു സമയത്ത് ക്രിസ്തുമസ് മുതൽ പ്രത്യക്ഷീകരണ തിരുനാൾ വരെയുള്ള ആ ഒരു ഞായറാഴ്ച സമയത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പിറവി തിരുനാൾ കാലഘട്ടം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആരാധന ക്രമവത്സരത്തിലെ ഒന്നാമത്തെ ഇതെന്താണ്? ആഗമന കാലത്തിന്റെ ആചരണമാണ്. രണ്ടാമത്തേതാണ് ആണ്ടുവട്ടം. തിരുസഭയില് നമുക്ക് ഒരു വർഷത്തില് ഏകദേശം 52-53 ഞായറാഴ്ചകൾ ഉണ്ടെങ്കിലും തിരുസഭ അതിലെ 33 ഞായറാഴ്ചകളാണ് ആണ്ടുവട്ടമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ ആണ്ടുവട്ട കാലഘട്ടത്തിലാണ് നമ്മൾ തിരുസഭ എല്ലാ വിശുദ്ധരെയും അനുസ്മരിച്ചുകൊണ്ടുള്ള കുർബാനകളും അതുപോലെ തന്നെ തിരുനാളുകൾ അല്ലെ, നമ്മുടെ ഓരോ പള്ളികളിൽ തിരുനാളൊക്കെ ഉണ്ടാകത്തില്ല, തിരുനാളുകളൊക്കെ നടത്തുന്നത് ആണ്ടുവട്ട കാലഘട്ടത്തിലാണ്. തിരുസഭ ആണ്ടുവട്ട കാലത്തിൽ ആഘോഷിക്കുന്ന തിരുനാളുകൾ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞേ? മഹോത്സവം, തിരുനാൾ, സ്മരണ, ഐച്ഛിക സ്മരണ. മഹോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിയിൽ പെരുന്നാളൊക്കെ ഉണ്ടാകത്തില്ലേ? നമ്മുടെ ഇപ്പം സെന്റ് തോമസിന്റെ പള്ളിയാണെങ്കിൽ എന്താണ്, അപ്പൊ ആ സെന്റ് തോമസിന്റെ പേരിലുള്ള തിരുനാൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ മാതാവിന്റെ പേരിലുള്ള തിരുനാൾ. ഇതൊക്കെ വലിയ തിരുനാളായിട്ട് നടത്തുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളായിട്ട് നടത്തുമ്പോൾ അത് മഹോത്സവം. പിന്നെ തിരുനാൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മള് മാതാവിന്റെ തിരുനാളൊക്കെ അല്ലെ, സാധാരണ ഇപ്പം എന്താണ് ഓരോ പള്ളികളിലും ഓരോ വിശുദ്ധന തിരുനാളൊക്കെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാറുണ്ട്. അതൊക്കെ തിരുനാൾ, ചെറിയ തിരുനാൾ. ഇനി സ്മരണ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശനിയാഴ്ച ദിവസം അത് മാതാവിന്റെ സ്മരണയ്ക്കായിട്ട് തിരുസഭ മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ സ്മരണയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോരോ വിശുദ്ധന്മാരെ നമ്മൾ സ്മരിച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഐച്ഛിക സ്മരണ എന്ന് പറയുമ്പോൾ അത് ഓരോ പള്ളികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ പള്ളിയിൽ ഇപ്പൊ പ്രത്യേക ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ ഒരു തിരുനാൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു, ആരെങ്കിലും സ്മരിച്ചുകൊണ്ട്, അതൊക്കെ ഐച്ഛിക സ്മരണയിൽ വരുന്നു. ഓക്കെ. ഇനി നമ്മൾ ആരാധന എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസഭ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതുവായ പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞിരുന്നു. ഇനി ഏറ്റവും പരമപ്രധാനമായ ആരാധന ഏതാണെന്ന് അറിയാമോ? ആർക്ക് പറയാം? പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരമപ്രധാനമായ ആരാധന എന്നുകൂടി എൻ്റെ മക്കളെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി വീട്ടിലിരുന്ന് നന്നായിട്ട് വായിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് ഈ പാഠത്തിൽ നമ്മളിപ്പം ഇത്രയും പഠിച്ച ഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് വായിച്ച് ഒരുങ്ങി വരിക. അപ്പം നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കൈകൂപ്പി പിടിച്ചേ. നല്ല ഈശോയെ, അമ്മ മാതാവേ, അങ്ങേ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാക്കണമേ. എന്നും ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടുമൊപ്പം ആയിരിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും